therapy on the stage. വിഷയം ജനാധിപത്യം ഭാരതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് സ്വർഗവസന്തം പേതറുമുന്ന ഇബ്തിഹാജിന്റെ നയന മനോഹരമായ വേദിയിലാണ്. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ പോലെ നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ. ഇന്ന് എനിക്കിവിടെ തെരഞ്ഞെടുക്കപ്പെട്ട വിഷയം ജനാധിപത്യം ഭാരതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില വാക്കുകൾ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. നാദും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. കാലത്തിലെ ഏറ്റവും പ്രായത്തില് നിലകൊള്ളുന്ന ഒരു മഹാസംസ്കാരത്തിന്റെ ആത്മാവാണ് ഇന്ത്യയിലെ ജനാധിപത്യം. ഭരണഘടനയുടെ ആധിപത്യം ഭരണാധികാരികളിൽ നിന്ന് പൗരന്മാരുടെ കയ്യിലേക്ക് മാറിയപ്പോൾ ജനാധിപത്യം ഭരണരീതിയിലുപരി ഒരു ജീവചരിത്രമായി മാറി. ഇന്ത്യൻ സമകാലിക ഇന്ത്യയിലെ ജനാധിപത്യം ഭരണത്തിന്റെ അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് ജനജീവിതത്തിന്റെ ശ്വാസനാളങ്ങളിലൂടെയും ചിന്തകളിലൂടെയും ഒഴുകുന്ന ഒരു മൂലധാരയാണ്. സൗഹൃദം, സ്വാതന്ത്ര്യം, സമത്വം എന്നീ ആശയങ്ങൾ ഇന്ത്യയുടെ ഭരണത്തിൽ നിയമരൂപം കൈവരിച്ചപ്പോൾ അവ സാഹിത്യ ഉപമാക്കളെ പോലെ സാമൂഹിക ജീവിതത്തിൽ ആഴത്തിൽ പതിഞ്ഞു. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നവരെയാണ് ജനാധിപത്യമെന്ന് അമേരിക്കയിലെ 16ാമത്തെ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ പറയുന്നുണ്ടായി. ഗ്രാമപാതകളിൽ നിന്ന് മഹാനഗരത്തിന്റെ തിരക്കുകളുള്ള ഇടങ്ങളിൽ വരെയോ വോട്ടിന്റെ ലഘുവായ അടയാളം ജനങ്ങളുടെ മഹത്തായ അധികാരത്തെ പ്രതിനിധീകരിക്കുന്നു. തെരഞ്ഞെടുപ്പ് എന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മഹോത്സവങ്ങളാണ്. വ്യത്യസ്തകളെ ഒരുമിച്ച് അണിനിരത്തി ഏകത്വത്തിന്റെ സമകാലിക ഇന്ത്യയിലെ ജനാധിപത്യം ശക്തിപ്പെടുന്നത് സത്യാന്വേഷണ മാധ്യമങ്ങളുടെയും സ്വാതന്ത്ര്യ നീതി വ്യവസ്ഥയുടെയും ജാഗ്രതയിലാണ്. നീതിയുടെ തൂക്കുകോൽ അധികാരത്തിന്റെ ഭാരത്തിൽ ശരിയാതെ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ആത്മാവ് സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ 1917 1989 കാലഘട്ടത്തിൽ ഫിലിപ്പീൻസിലെ പ്രസിഡന്റായ മാർക്കോസ് അവിടുന്ന് ജനാധിപത്യത്തിന്റെ കാര്യം വിളിച്ചോതി ഒരു പട്ടാള ഭരണം കൊണ്ടുവരികയുണ്ടായി. എന്നിട്ട് അവിടുന്ന് കൃത്യമായി വോട്ടെടുപ്പ് നടത്തി. അവിടുന്ന് അതിലും ക്രമക്കേട് വരുത്തി ഒന്നാമതെത്തുകയാണ് മാർക്കോസ് ചെയ്തത്. ഇത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ 11 വർഷമായി നടക്കുന്നത്. നാം കണ്ടതാണ് കഴിഞ്ഞ ബീഹാർ ഉപതെരഞ്ഞെടുപ്പില് സംശയം തോന്നിയ രാഹുൽ ഗാന്ധിയും സംഘവും അവിടുന്ന് കമ്മീഷണറോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഡിജിറ്റൽ ഡാറ്റ വേണമെന്ന് ആവശ്യപ്പെടുന്ന സന്ദർഭത്തില് അവിടുന്ന് പറയുകയുണ്ടായി, അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല, വേണമെങ്കിൽ അത് സംബന്ധമായ പേപ്പറുകൾ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അത് അന്വേഷിച്ച് രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് രാഹുൽ ഗാന്ധി 6 മാസത്തോളം കുത്തിയിരുന്ന് പണിയെടുത്ത് വോട്ടിന്റെ കള്ള വോട്ടിന്റെ സത്യസന്ധതകൾ പുറത്തുവിട്ടപ്പോൾ നാം എല്ലാവരും കണ്ടതാണ് ഇഷ്ടം പോലെ കള്ള വോട്ടുകൾക്കും ഇന്ന് കൂടിയത്. എന്തിന്? പേരില്ല, നാടില്ല. വേറെ അന്യരാജ്യത്തിലെ മോഡലുകൾ വരെ ഇന്ത്യയിൽ 12ഓളം വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ജനാധിപത്യം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യിപ്പിച്ചിട്ട് ഇന്നത്തെ ഭരണകൂടം കാണിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നെഹ്റുവിനെ പോലത്തെ മഹാത്മാഗാന്ധിയെ പോലത്തെ സ്വാതന്ത്ര്യ സേനാനികള് സ്വാതന്ത്ര്യം വാങ്ങിത്തരുകയോ അതിലൂടെ ജനാധിപത്യം എന്ന ആശയം മുൻപോട്ട് വെച്ച് നമ്മൾ എടുത്തരുകയും ചെയ്തിട്ട് ഇന്നത്തെ ഭരണകൂടം അത് തിരിമറി നടത്തുകയാണ്. ജനാധിപത്യത്തിന്റെ പിന്തുണ നമുക്കും നമ്മൾ ഇനി കഴിഞ്ഞു വരുന്ന തലമുറകൾക്കും അനിവാര്യമാണ്. ഇതിനെ കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും നാലും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.